ദിനേന വില കൂടുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിലെന്നാണ് അടിക്കടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുമെന്നും ഇങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് പൊന്നും വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2025 ഫെബ്രുവരി 11 സ്വർണം സ്വന്തം റെക്കോർഡ് തിരുത്തി എഴുതി സർവകാല റെക്കോർഡിട്ടിരിക്കുന്നു. വീണ്ടും ഇന്നത്തെ വില ഗ്രാമിന് 8060 രൂപ, പവന് 64,480 രൂപ. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വില. എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടി മടുക്കാത്തത്? അടിക്കടി ഇങ്ങനെ വില കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിലക്കയറ്റം തുടർന്നാൽ പവന് 1 ലക്ഷം കടക്കുമോ സ്വർണത്തിന്റെ വില? സാധാരണക്കാർക്ക് സ്വർണം ഒരു സ്വപ്നമായി മാറുമോ? നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചത് കഴിഞ്ഞ വർഷമാണ്. 2024 26% മുൻവർഷത്തേക്കാൾ സ്വർണത്തിന് വില കൂടിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു മാസം കഴിയുമ്പോഴേക്കും 2025 സ്വർണ്ണവില കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ഫെബ്രുവരിയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മാത്രം പവന് 2640 രൂപയാണ് വർദ്ധിച്ചത്. സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് നിരവധി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നു. അതാണ് ഒരു പ്രധാന കാരണം. അതോടൊപ്പം ആഗോളതലത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ പല രൂപത്തിൽ സംഭവിക്കുന്നതും മറ്റൊരു കാരണമാണ്. റഷ്യയും ഉക്രൈനും അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. പലരും യുദ്ധസമാന സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട്. പക്ഷേ നിക്ഷേപകർക്കിത് സുവർണകാലമായിരുന്നു. കഴിഞ്ഞ 10 വർഷം സ്വർണം നൽകിയ ശരാശരി വാർഷിക റിട്ടേൺ 8%. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് മഹാമാരിയും ബാധിച്ചിട്ടും സ്ഥിരതയുള്ള നേട്ടമാണ് സ്വർണം നിക്ഷേപകർക്ക് നൽകിയത്. ഇപ്പോഴത്തെ ഈ കുതിപ്പിന് കാരണമായ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടിയുണ്ട്. 2025 ജനുവരിയിൽ തന്നെ അധികാരമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളാണ് അതിലൊരു കാരണം. ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടി. ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു. പ്രതികാരമെന്നോണം അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങളിലും നികുതി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. ചില രാജ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ ഉയർന്ന ഇറക്കുമതി തീരുവ നടപ്പിലായി. അമേരിക്കയും ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഇടയ്ക്കിടെയുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകളും പോളിസി മാറ്റങ്ങളും ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടമുണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡോളർ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡോളറിന്റെ കറൻസി വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുന്നു. ഇത് എല്ലാ ഉൽപ്പന്നങ്ങളുടെ വിലയെയും ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും സ്വർണ്ണവിലയാണ് അതിൽ പ്രധാനം. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ മാത്രം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പം കാരണമായി എല്ലാ ഉൽപ്പന്നങ്ങളിലും 30 മുതൽ 40% വരെ വർധനയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. ഈ പ്രൈസ് ഹൈക്ക് തന്നെയാണ് സ്വർണത്തിലും ബാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ത്യയിൽ ഫെബ്രുവരി 1 സർക്കാർ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് സ്വർണ്ണവിലയെ മുന്നോട്ട് കൊണ്ടുപോയി. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ പണനയയോഗം നടന്നു. റിപ്പോ റേറ്റ് കുറച്ചു. ഇതടക്കമുള്ള തീരുമാനങ്ങളും രാജ്യത്തെ സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്. സുരക്ഷിത നിക്ഷേപമായി ബോധ്യപ്പെട്ടതോടെ മൂല്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണത്തിലേക്ക് നിക്ഷേപർ കുത്തൊഴുക്ക് നടത്തി. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും സ്വർണ്ണ വ്യാപാരത്തിലേക്ക് ചൈനയിലെ യുവതലമുറ മാറുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി വില വർദ്ധിക്കാൻ കാരണമായി. 1925 കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് വെറും 13.25 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 40 വർഷങ്ങൾക്ക് ശേഷം 1970 ആദ്യമായി ഒരു പവന് 100 രൂപയിലധികമാകുന്നത്. പിന്നീട് 20 വർഷം കഴിഞ്ഞ് 1990 പവന്റെ വില 2000 കടന്നു. 2000 3200 രൂപയായിരുന്നു പവന്റെ വില. ഇത് 2009 10,000 കടന്നു. 2012 20,000 കടന്നു. 2025 ആയപ്പോഴേക്ക് 64,000 കടന്നിരിക്കുന്നു. പവന് ഇങ്ങനെ പോയാൽ 1 ലക്ഷം കടക്കുമോ എന്നതാണ് പലരുടെയും ആശങ്ക. അത് നമ്മുടെ രാജ്യത്തിന്റെ പോളിസി പരിഷ്കാരങ്ങളെ ആശ്രയിച്ചിരിക്കും. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ സ്വപ്നവിലയിലേക്ക് നീങ്ങാൻ സ്വർണത്തിന്റെ വിലയെ സർക്കാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് സ്വർണം ഒരു അവിഭാജ്യ ഘടകമാണ്. ജനനം മുതൽ മരണം വരെ നിരവധി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ ഉപഭോഗവും ഉപയോഗവും നിലനിൽക്കുന്നുണ്ട്.
രാജ്യാന്തര തലത്തിൽ വില കൂടുന്നതിനനുസരിച്ച് നമ്മളും കൂടിയ വില നൽകേണ്ടി വരും. യുദ്ധങ്ങൾ മുറുകുന്ന സാഹചര്യം വന്നാൽ വീണ്ടും വില കൂടിയേക്കാം. രാജ്യാന്തര നിരക്കിനനുസരിച്ചാണ് ഇന്ത്യയിലും കേരളത്തിലും വില നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോളർ നിരക്കിന്റെ വ്യതിയാനവും 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയുമെല്ലാം അതിൽ പരിഗണിക്കുന്നുണ്ട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം മുൻനിർത്തി നമ്മുടെ സ്വർണ്ണവില നിശ്ചയിക്കും. ആഭരണങ്ങൾ വാങ്ങുന്ന സാധാരണക്കാർക്ക് സ്വർണ്ണവില നെഞ്ചിടിപ്പേറ്റുന്നുവെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച റിട്ടേൺ ഉള്ള നിക്ഷേപമായി സ്വർണം അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്.